9ാം ക്ലാസ്സിലെ 1ാം പാഠഭാഗം നമ്മൾ വിവർത്തനം ചെയ്തിരുന്നു. ഇതിന് ഒരുപാട് നല്ല കമൻസ് കിട്ടി. എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഒരു കവിതയാണ് പഠിച്ചല്ലേ, പൂൽ ബനി തി മാ. കവിയുടെ പേരെന്തായിരുന്നു? നരേന്ദ്ര പുണ്ടരീക്. അപ്പം കവിത എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കഴിഞ്ഞ ഭാഗം നമ്മൾ പഠിച്ച വരികളുടെ അർത്ഥവും അതൊക്കെ എഴുതണമെന്ന് നമ്മൾ അവസാനം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും എഴുതിയോ? എഴുതി നിങ്ങളുടെ അധ്യാപകരെയൊക്കെ കാണിച്ചോ? ഇപ്പം നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം അതിൻ്റെ. അപ്പോൾ അതിനു മുമ്പ് ഒരു ചോദ്യം. മാ ബേട്ടോ കേലിയെ പൂൽ കെ സമാൻ തി ക്യോ? അമ്മ മക്കൾക്ക് ഒരു പാലം പോലെയായിരുന്നു. അതിന് കാരണം എന്താ? ക്യോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? ക്യോങ്കി बेटों की जीवन रूपी गाड़ी माँ रूपी पुल से बिना किसी रुकावट के चलती रहती थी. കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എന്താണ്? അമ്മ മക്കൾക്ക് ഒരു തടസ്സവും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും അറിയിക്കാതെ അമ്മ മക്കളെ വളർത്തുകയായിരുന്നു അല്ലേ? അതായത് മക്കളുടെ ജീവിതം ഒരു വാഹനം പോലെയാണെങ്കിൽ ആ വാഹനങ്ങൾ അമ്മയാകുന്ന പാലത്തിലൂടെ ഒരു തടസ്സവുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഉത്തരം. പിതാവിൻ്റെ മരണശേഷവും അമ്മ മക്കളെ നന്നായി നോക്കി. പക്ഷേ അമ്മ എന്നിട്ട് ധീരെ ധീരെ ബൂട്ടേ ഹോനയിലേക്ക്, അതായത് അമ്മ പതുക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മക്കളിതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? അമ്മ അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കംസോർ എന്ന് പറയുമ്പോൾ തളരുകയാണ്. അങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മക്കൾ വിചാരിച്ചു അമ്മ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. മാക്കോ ക്യാ ബേട്ടെ ടീക് തരസെ സമജ്നേലേക്ക്. എന്താ പറയുക, അമ്മയെ മക്കൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. നെഹി ബേട്ടെ കേവൽ ദേഖ്തേ രഹെ. അതായത് മക്കൾ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. അർത്ഥാത് ജാനെ അഞ്ചാനെ ബേട്ടെ അപ്നി മാക്കി ഉപേക്ഷ കർണേ ലഗെ. അതായത് അറിഞ്ഞോ അറിയാതെ മക്കൾ അമ്മയെ പറ്റി ശ്രദ്ധിക്കാതിരുന്നു. എന്ന് വെച്ചാൽ അമ്മ പ്രായമാകുകയാണ് എന്നുള്ളൊരു രീതിയിൽ അവർ അമ്മയെ അധികം ശ്രദ്ധിച്ചില്ല. അമ്മയുടെ ആ ശ്രദ്ധ ചിലർത്ത് അമ്മ മക്കൾക്ക് നൽകിയ ആ ഒരു ശ്രദ്ധ മക്കൾ അമ്മയ്ക്ക് നൽകിയില്ല എന്ന് വേണം പറയാൻ. അപ്പം നമുക്ക് കവിത ഒന്നുകൂടി വായിക്കാം. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क. बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. पिता के बाद हम भाइयों के बीच पुल बनी थी माँ. अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. आगे की कविता पढ़े. बाकी कविता माँ के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. അപ്പോൾ ആ കവിതാ ഭാഗത്ത് പറയുന്നുണ്ട് മാക്ക ബാർ ബാർ കഹന. അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാക്കെ ബാർ ബാർ കഹനെ കാ മത്ലബ് ക്യാ ഹെ. അതായത് മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. എന്താണ് ആ ഒരു വരിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാർ ബാർ എന്ന് പറഞ്ഞാൽ പിന്നെയും ബാർ ബാർ ദേക്കോ എന്നൊക്കെ കേട്ടില്ലേ, പിന്നെയും നോക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം മാക്ക ബാർ ബാർ കഹനേക്കോ, അതായത് അമ്മ വീണ്ടും പറയുക, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഏക് ഹി ബാത് കോ മാ ബാർ ബാർ കഹനേലേക്ക്. അതായത് ഒരേ കാര്യത്തെപ്പറ്റി തന്നെ അമ്മ വീണ്ടും പറയാൻ തുടങ്ങി. അപ്പോൾ ആ വരികളിൽ വീണ്ടും നോക്കൂ. മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹെ. അപ്പം അമ്മ വീണ്ടും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മക്കൾ എന്താണ് ചെയ്തത്? ഹം മാൻകർ ചലത്തെ രഹെ ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത്. അതായത് അമ്മ പ്രായമാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് കരുതി മക്കളത് അത്ര കാര്യമാക്കിയില്ല.
അടുത്ത ചോദ്യം ഇതാണ്, അമ്മ യഹാ മാ കെ ബൂട്ടെ ഹോനെ കെ ലക്ഷൺ ക്യാ ക്യാ തേ. അപ്പോൾ അമ്മ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ധീരെ ധീരെ ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി. പതുക്കെ പതുക്കെ, ധീരെ ധീരെ എന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ, ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി. അമ്മയുടെ ശബ്ദം എന്താണ് പറയുക, പതുക്കെ പതുക്കെ തളർന്നുകൊണ്ടിരുന്നു, അതായത് ശബ്ദം കുറഞ്ഞുകൊണ്ടിരുന്നു. മാനസിക ഓർ ശാരീരിക രൂപ സെ കംസോർ ഹോനയിലേക്ക്, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നുകൊണ്ടിരുന്നു. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി. അമ്മ പതുക്കെ പതുക്കെ എന്താണ്, ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അമ്മ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് യഹ മാക്കെ ബൂട്ടെ ഹോനയ്ക്ക്, അതായത് ബൂട്ടെ എന്ന് പറയുമ്പോൾ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ക്യാ ക്യാ എന്തൊക്കെയായിരുന്നു? ധീരെ ധീരെ ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി. അമ്മയുടെ ആവാസ്, അപ്പോൾ അതിൽ ഷോർട്ടായിട്ട് മൂന്ന് സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ആവാസ് കംസോറായി, മാനസിക ഓർ ശാരീരിക രൂപ സെ ബി കംസോർ ഹോ ഗയി, ആൻഡ് ദുർബൽ അതായത് അമ്മ ദുർബലയായി, മാനസികമോ ശാരീരികമായിട്ടും അമ്മ തളരുകയായിരുന്നു, അമ്മയുടെ ശബ്ദത്തിലും അമ്മ തളരുകയായിരുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമുക്കിനി ബാക്കി വരികളിലേക്ക് നോക്കാം. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. അപ്പോൾ പറയുന്നുണ്ട്, ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി. അപ്പോൾ എന്താണ് ആ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാത്തോ ഹാത്ത്, അതായത് സ്വന്തം കൈയാൽ ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ ഏക് ദിൻ ഒരു ദിവസം, ഹമാരെ കന്ധോ മേ ആ ഗയി, അതായത് ഹമാരെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, കന്ധോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോൾ എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങളുടെ തോളിൽ വന്നു, അതായത് നമ്മൾ പറയത്തില്ലേ അത് നിൻ്റെ തോളിലായി, അതായത് നമ്മൾ അവരുടെ ഉത്തരവാദിത്തം, അതായത് ആ അമ്മയുടെ ഉത്തരവാദിത്തം അങ്ങനെ മക്കളിലേക്ക് എത്തിപ്പെട്ടു. എന്നുവെച്ചാൽ അമ്മ വൃദ്ധയായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ അമ്മയ്ക്കിനി അമ്മയെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയും കാലം അമ്മയായിരുന്നു മക്കളെ നോക്കുന്നതെങ്കിൽ പ്രായമായപ്പോൾ അമ്മയ്ക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആ അമ്മയുടെ ഉത്തരവാദിത്തം മക്കളിലേക്ക് എത്തി. ഹാത്തോ ഹാത്ത് രഹത്തി മാ കാ അർത്ഥ് ക്യാ ഹെ. അപ്പം ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹാത്തോ ഹാത്ത് രഹത്തി മാ, അതിൻ്റെ അർത്ഥം എന്താണ്, കവിതയിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. യഹി മാഹി പേട്ടോം കെ ലിയെ സബ് കുച്ച് കർത്തി തി. അതായത് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അമ്മയായിരുന്നു ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി സബ് കുച്ച്, എന്ത് കാര്യവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മയായിരുന്നു. യഹാം മാഹി ബേട്ടോം കെ ലിയെ, അതായത് ഈ കവിതയിലെ അമ്മ, ഇവിടുത്തെ അമ്മ ആയിരുന്നു ബേട്ടോം കെ ലിയെ, മക്കൾക്ക് വേണ്ടി സബ് കുച്ച്, എല്ലാ കാര്യങ്ങളും, സബ് കുച്ച് എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, കർത്തീത്തി, അതാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഹി സബ് കുച്ച് സംഭാൽത്തീത്തി, എല്ലാ കാര്യങ്ങളും എന്താണ് പറയുക, നോക്കി നടത്തിയിരുന്നത് അമ്മയായിരുന്നു. സംഭാൽത്തി എന്ന് പറയുമ്പോൾ നോക്കി നടത്തുക. വഹി മാ ഏക് ദിൻ ബേട്ടോം കെ കന്ധേമേ ആകെ, അങ്ങനെയുള്ള അമ്മ, അതായത് ഇത്രയും കാലം ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ അമ്മ ഒരു ദിവസം മക്കൾക്ക് മക്കളുടെ ഉത്തരവാദിത്വത്തിൽ, അതായത് മക്കൾ നോക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാൻ പറഞ്ഞു കന്ധോ എന്ന് പറഞ്ഞാൽ തോളാണെന്ന്. അപ്പം എന്താണ് ഇവിടെ അതിൻ്റെ അർത്ഥം നോക്കാം. കന്ധോമേ ആന ഇസ്കാ മത്ലബ് ക്യാ ഹെ. അപ്പോൾ തോളിലാവുക, അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്വം അപ്നെ ഊപ്പർ ആന, അതായത് ഉത്തരവാദിത്വം അപ്നെ, അതായത് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മുകളിൽ ചുമതല എത്തുക, ആ അമ്മയുടെ ചുമതല ഓരോ മക്കളിലേക്കും എത്തി. യാനി മാക്കി ദേഖ്ഭാൽ കർണേക്ക് സിമ്മേദാരി ബേട്ടോം പർ ആകെ. അതായത് യാനി എന്ന് പറയുമ്പോൾ അതായത് മാക്കി അമ്മയുടെ ദേഖ്ഭാൽ എന്ന് പറയുമ്പോൾ അമ്മയെ നോക്കേണ്ട ചുമതല, നോക്കുക എന്നുള്ള കാര്യമാണ് ദേഖ്ഭാൽ കർണേക്ക് സിമ്മേദാരി എന്ന് പറഞ്ഞാൽ ചുമതലയാണ്. അപ്പം അമ്മയെ നോക്കേണ്ട ചുമതല മക്കൾക്ക് മക്കളിലേക്കായി, അതായത് ഇത്രയും കാലം അമ്മ മക്കളെ നോക്കുമായിരുന്നെങ്കിൽ ഇപ്പം അമ്മ പ്രായമായി, അപ്പം മക്കളുടെ ചുമതലയായി മാറി അമ്മയെ നോക്കുക എന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേരുകളുടെയും കാര്യം പറഞ്ഞു. ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെ. അപ്പോൾ ഈ വരികളുടെ അർത്ഥം എന്താണ്? ബേട്ടെ അബ് തക് മാ കി ഛായാമേ സുരക്ഷിത് രഹത്തെ തെ. അതായത് ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ഇത്രയും കാലം
മക്കൾ അമ്മയുടെ തണലിൽ ഛായ എന്ന് പറഞ്ഞാൽ തണലാണ്, അമ്മയുടെ തണലിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുകയായിരുന്നു. पर अब क्या हो गया? പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? बेटों के प्रति प्यार और दुलार से रहने वाली माँ बेटों को आश्रय में आ गई. അത് ഇത്രയും കാലം മക്കൾക്ക് സ്നേഹവും ദുലാർ എന്ന് പറയുമ്പോൾ കെയറാണ്, എന്താണ് അവരെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അമ്മ അവരുടെ ആശ്രയത്തിലെത്തേണ്ടി വന്നു, അതായത് മക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. അപ്പോൾ ഇവിടെ പറയുന്നത് ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, അതായത് ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, മഹസൂസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി, പതുക്കെ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ആര്? ഞങ്ങൾ. ഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾ. അപ്പോൾ ധീരെ ധീരെ മഹസൂസ് ഹോനെ ലഗേ ഹം, ഞങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്നെ വൃക്ഷഫ് കന്തേമേ, ഞങ്ങളുടെ ശക്തമായ തോളുകൾ, അതായത് മക്കളെല്ലാം സ്വന്തം നിലയിൽ എത്തി എന്നുള്ളൊരു അർത്ഥമായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ എന്നുവെച്ചാൽ പ്രായമായ അമ്മയെ നോക്കേണ്ടത് മക്കളാണല്ലോ. അപ്പോൾ അപ്നെ ഋഷഭ് കന്തേമേ മാക്ക ഭാരി കോൻ, അതായത് അമ്മ അവരെ ആശ്രയിക്കാൻ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും അമ്മ ഒരു ഭാരമായി തോന്നി തുടങ്ങിയ പോലെ അവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി. അപ്പം വൃക്ഷഫ് കന്തോസെ മാക്ക ഭാരി ഹോനാസെ ആപ്നെ ക്യാ സമझ, അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള തോൾ ഭാരമായി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? വൃക്ഷഫ് കന്ത കിസ്കാ ഹത്തെ, അപ്പം ഇവിടെ ഈ വൃക്ഷഫ് കന്ത, അതായത് ശക്തമായ തോളുകൾ ഉള്ള, അല്ലെങ്കിൽ ആ ശക്തമായ തോളുകളുള്ളത് ആർക്കാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം ബേട്ടോങ്കെ, അതായത് മക്കൾക്കാണ്. വൃക്ഷഫ് കന്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സശംത് കന്ത, അതായത് സ്ട്രോങ് ആയിട്ടുള്ള തോളുകൾ. ഭാരി ഗോഹന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഭാരമായി മാറുക, അതാണ് ബോജ് ബന്ന, അതായത് ഭാരി ഹോന എന്ന് പറഞ്ഞാൽ ബോജ് ബന്ന, അതായത് ഒരു ഭാരമായി തീരുക. അപ്പോൾ നമുക്ക് വീണ്ടും ഈ അർത്ഥങ്ങൾ വെച്ച കവിതയുടെ വരികൾ ഒന്നുകൂടെ നോക്കാം. ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോ മേ ആകി, ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം അപ്നെ വൃക്ഷഫ് കന്തോ മേ മാ കി ഭാരി ഹോന, അതായത് അമ്മ ഒറ്റയ്ക്ക് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ഒരു ദിവസം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രായമായതുകൊണ്ട് തന്നെ മക്കളുടെ ചുമതലയിലായി, അല്ലേ? മക്കളുടെ ഒരു ഉത്തരവാദിത്തമായി മാറി അമ്മയെ നോക്കുക എന്നുള്ളത്. അപ്പോൾ പതുക്കെ പതുക്കെ മക്കൾക്ക് മനസ്സിലായി തുടങ്ങി അമ്മ അവർക്കൊരു ഭാരമായി തീരുകയായിരുന്നു എന്ന്. ഭാരി ഹോന എന്ന് പറയുമ്പോൾ ഭാരമായി തീരുക എന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ വേർഡ്സും സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹാത്തോ ഹാത്ത് രഹത്തിമ, അതായത് സ്വന്തമായിട്ട് മക്കളെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോമേ ആകി, അതായത് ഒരു ദിവസം മക്കളുടെ, ഹമാരെ ഇവിടെ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ്, ബേട്ടോനെയാണ്, അവരുടെ ചുമതലയായി മാറി. ധീരെ ധീരെ എന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ, മഹസൂസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കിയത്? അതായത് അവരുടെ ആ ഒരു ശക്തരായിട്ട് പോലും അവർക്ക് അമ്മ ഒരു ഭാരമായി തീർന്നു എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു മക്കൾ. അപ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. അബ് തക് ബേട്ടെ കിസ്കെ ആശ്രയമേത്തെ, ഇത്രയും കാലം മക്കൾ ആരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്? മാക്കെ, അമ്മയായിരുന്നു അല്ലേ? എക് ദിൻ മാ കിസ്കെ ആശ്രയമേ ആകെ, ബേട്ടോങ്കെ, മക്കളുടെ, അല്ലേ? അതായത് ഏക് ദിൻ, അതായത് ഒരു ദിവസം മാ കിസ്കെ ആശ്രയമേ പഡ്ഗയി, ആരെയാണ് അമ്മയ്ക്ക് ആശ്രയിക്കേണ്ടി വന്നതെന്ന്? ബേട്ടേങ്കെ, അതായത് കുട്ടികളെ. ധീരെ ധീരെ ബേട്ടേങ്കെ സംശക്ത് കന്തേമേ മാ ഫാർ ബൻ ഗയി, അതായത് പതുക്കെ പതുക്കെ സശക്ത് കന്തേ, അതായത് നല്ല ശക്തമായിട്ടുള്ള തോളുകളിൽ അമ്മ ഒരു ഭാരമായി തീർന്നു. അതായത് മക്കൾക്ക് അമ്മയെ നോക്കുന്നത് ഒരു ഭാരമായിട്ട് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മ ഒരു ഭാരമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. വൃക്ഷഫ് കന്ത സശക്ത് കന്ത ക്യാ അർത്ഥ സൂചിത് ഹോത്താ ഹൈ, അതായത് വൃക്ഷഫ് കന്ത അല്ലെങ്കിൽ ശക്തമായ തോൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു മക്കളുടെ തോൾ ശക്തമായി, ആ തോളിൽ അമ്മ ഭാരമായി തീർന്നു. അപ്പോൾ ആ ശക്തമായ തോൾ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേട്ടോങ്ക സബൽ ഹോന, അതായത് മക്കളെല്ലാവരും
നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലേ. സബൽ എന്ന് പറയുമ്പോൾ സ്ട്രോങ്, ശക്തരായിരുന്നു. അതായത് ഒരു അമ്മയെ നോക്കാൻ പ്രാപ്തിയുള്ളവർ തന്നെയായിരുന്നു അവർ. എന്നിട്ടും അവർക്ക് അമ്മ ഒരു ഭാരമായി തോന്നി തുടങ്ങിയിരുന്നു. कविता पढ़े। കവിത ഒന്നുകൂടി കേൾക്കാം. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ। हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई। धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। माँ के बार बार कहने को ബാർ ബാർ കഹനേക്കോ ഹം മാനത്തെ രേ, അതായത് അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് അമ്മ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കരുതി ഞങ്ങൾ അമ്മ പറയുന്നത് കൂട്ടാക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ അമ്മ ധീരെ ധീരെ ടൂട്ട്തെ രഹെ, മാ എന്താണ് പതുക്കെ പതുക്കെ ചിതറിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അവർ പ്രായമാകുന്നതിനനുസരിച്ച് അവർ ശാരീരികമായും മാനസികമായും അവർ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ की भारी होना. അപ്പം സ്വന്തമായിട്ട് മക്കളെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ഒരിക്കൽ ഞങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു, ഞങ്ങളുടെ തോളിലേക്ക് വന്നു. പക്ഷെ ഞങ്ങൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി അമ്മ ഞങ്ങൾക്ക് ഒരു ഭാരമായി തീരുകയായിരുന്നു. അപ്പോൾ ഇത്രയും വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതുക, എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക. അപ്പോൾ ഈ കവിതയുടെ ഒരു ആശയത്തിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിതാംശ് കാ ആശയം, ഏക് ഹി ബാത് കോ മാ ബാർ ബാർ കഹ്നെ ലഗി. ഒരേ കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. ഏക് ഹി ബാത്, അതായത് ഒരേ കാര്യം. ബാത്ത് എന്ന് പറഞ്ഞ കാര്യമാണ്. ഒരേ കാര്യം മാ ബാർ ബാർ കഹ്നെ ലഗി, വീണ്ടും വീണ്ടും. കഹ്നെ എന്ന് പറയുമ്പോൾ പറയുക എന്നാണ്. പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. ബച്ചെ ഇസ് ആദത് കോ ഉൻകെ ബഡ്തെ ഹുയെ ബൂട്ടാപ്പെ കി നിശാനി മാൻകർ ജീനെ ലഗെ. അപ്പോൾ മക്കൾ എന്താണ് അമ്മ പ്രായമാകുന്നത് കൊണ്ടുള്ള ചില എന്താണ് പറയുക അടയാളങ്ങൾ, നിശാനി എന്ന് പറഞ്ഞ അടയാളങ്ങളാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണെന്ന് വിചാരിച്ച്, മാൻകർ എന്ന് പറയുമ്പോൾ വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങി. ജീനയിലേക്ക്, അതായത് അവർ അമ്മയുടെ പ്രായമാകുന്നതുകൊണ്ടായിരിക്കും അമ്മ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിച്ചു. ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി, അമ്മയുടെ ശബ്ദം തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി, അമ്മ പതുക്കെ പതുക്കെ ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. बच्चों को प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चे के ആശ്രയ में आ गई. അത് മക്കൾക്ക് സ്നേഹവും കരുതലും നൽകി ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ, രഹനെ വാലി എന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ, ഏക് ദിൻ ഒരു ദിവസം ബച്ചേക്ക് ആശ്രയമേ ആകെ, ഒരു ദിവസം മക്കളെ ആശ്രയിക്കേണ്ടി വന്നു. ധീരെ ധീരെ ബച്ചേക്ക് സശക്ത് കന്ദമേ മാ ബോജ് ബൻ ഗയി, അതായത് പതുക്കെ പതുക്കെ മക്കളുടെ ആ ശക്തമായ തോളിൽ അമ്മ ഒരു ഭാരമായി, അതായത് മക്കൾക്ക് അമ്മ ഒരു ഭാരമായി അനുഭവപ്പെട്ടു തുടങ്ങി. जब तक जीवित रही माँ हम बदलते रहे अपने कंधे। माँ आखिर माँ ही तो है। बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അപ്പോൾ ബാക്കി വരികൾ, ജബ് തക് ജീവിത് രഹി മാ, ജീവിച്ചിരുന്നപ്പോൾ, അമ്മ ജീവിച്ചിരുന്നപ്പോൾ, ഹം ബദൽത്തെ രഹെ അപ്നെ കന്ധെ, അതായത് മക്കൾ ഓരോരുത്തരായിട്ട് അമ്മയുടെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എന്താണ് പറയുക, ആരും അമ്മയെ നോക്കാതെ നീ നോക്ക് എന്നുള്ളൊരു രീതിയിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ കന്ദ ബദൽന, ആ വരികളിലുണ്ട് കന്ദ ബദൽനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പനെ ഉത്തരവാദിത്വം കിസി ദൂസരേക്ക് കന്ധേ പർ ഡാൽന, സ്വന്തം ഉത്തരവാദിത്വം മറ്റൊരാളുടെ തോളിലേക്ക് ഇടുക. ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക ആണ്. അപ്ന ഉത്തരവാദിത്വം, സ്വന്തം ഉത്തരവാദിത്വം. അപ്ന എന്ന് പറയുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വം. കിസി ദൂസരെ, മറ്റാരുടെയെങ്കിലും, കി കന്ധേ, മറ്റാരുടെയെങ്കിലും തോളിലേക്ക് ഇടുക. ഇതാണ് കന്ദ ബദൽന എന്ന് പറഞ്ഞുള്ള അർത്ഥം. അപ്പോൾ കവിതയിൽ പറയുന്നുണ്ടല്ലേ, ഹം ബദൽത്തെ രഹെ അപ്നെ കന്ധേ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, അതായത് ഞങ്ങളുടെ തോളുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ? ജബ് തക് മാ ജീവിത് രഹി, അതായത് അമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം,
ബേട്ടെ മാക്കോ ഏക് ദൂസരേക്ക് കന്ധേ പർ, അത് മക്കൾ അമ്മയെ ഓരോരുത്തരുടെ തോളിലേക്ക് അത് നീ നോക്കൂ എന്നുള്ള രീതിയിൽ ഡാൽത്തേ രഹി, അതായത് അവരവരുടെ തോളിൽ നിന്ന് അമ്മയുടെ ചുമതല മറ്റൊരാളുടെ തോളിലേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. യാനി കന്ധേ ബദൽത്തേ രഹി, അതായത് തോളുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഉൻകെ മാക്കെ സംരക്ഷൺ ബഹുത് കഠിന ലഗനെ ലഗ, അതായത് ഓരോരുത്തർക്കും അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളതൊരു കഠിനമായ കാര്യമായിട്ട് തോന്നി. അതായത് അമ്മയെ നോക്കാൻ പറ്റില്ല, അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് അവർക്ക് കഠിനമായിട്ട് തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അമ്മയെ നോക്കുന്ന ചുമതല മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. അതാണ് കന്ധേ ബദൽന എന്ന് പറഞ്ഞിവിടെ അർത്ഥമാക്കുന്നത്. ബാക്കി വരികൾ നോക്കാം. മാ ആഖിർ മാഹി തോ ഹേ, बार बार हमें कंधे बदलते देख हमारी कंधों से उधर गई माँ, और माँ के कंधों से उधरती ही उधर गए हमारे कंधे. അപ്പം അമ്മമാരുടെ പ്രത്യേകത എന്താണ്? അമ്മമാർക്ക് സ്വന്തം മക്കൾക്കൊരു വിഷമം ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുകയില്ലല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനൊരു മക്കൾക്ക് വിഷമം ഉണ്ടെങ്കിൽ തന്നെ ആ വിഷമം അകറ്റാനേ അമ്മമാർ ശ്രമിക്കുകയുള്ളൂ. അപ്പം മക്കളുടെ പെരുമാറ്റത്തിൽ തന്നെ അമ്മമാർക്ക് അവർക്ക് എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കവിതയിൽ അമ്മയ്ക്കും അതുപോലെ മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലാകുന്നു, മാലു ഹോ ജാത്താ ഹെ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നു. വഹ് ബേട്ടൻ കെലിയെ ബോജ് ബൻ ഗയി ഹെ, അമ്മ മക്കൾക്ക് ബേട്ടെ കെലിയെ, അതായത് മക്കൾക്ക് ബോജ് ബൻ ഗയി, ഒരു ഭാരമായി തീർന്നു. ബോജ് ബൻ ഗയി ഹെ എന്ന് പറയുമ്പോൾ ഭാരമായി തീരുക, മക്കൾക്കൊരു ഭാരമായി തീർന്നു എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാകുന്നു ആ മക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന്. എല്ലാ അമ്മമാർക്കും മക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് മക്കൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അമ്മ മക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കി അമ്മ മക്കൾക്ക് ഒരു ഭാരമാണെന്നുള്ളത്. बार बार हमें कंधे बदलते देख हमारे कंधे से उधर गई माँ, और माँ के कंधे से उधरते ही उधर गए हमारे कंधे. അപ്പം ഇവിടുത്തെ ഒരു ചോദ്യം, കന്തോസെ ഉദർന, ഇതിൻ്റെ അർത്ഥം എന്താണ്? അന്തിം പ്രയാൺ കർണ അർത്ഥാൻ മർജാന, അതായത് അമ്മയ്ക്ക് മക്കളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ഒരു ഭാരമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അമ്മ കന്തോസെ ഉദർന, അതായത് മക്കളുടെ തോളിൽ നിന്ന് ഇറങ്ങി. അതായത് ഇവിടെ ആ കവിതയിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ അമ്മ യാത്രയാവുകയായിരുന്നു അല്ലേ, അതായത് മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി. മക്കളുടെ ഈ പെരുമാറ്റം കണ്ട ആ അവസ്ഥയിൽ മനംനൊന്ത് അമ്മ മരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ മക്കൾക്ക് അവരെ വേണ്ട എന്നുള്ളൊരു ചിന്ത അമ്മയ്ക്ക് മനസ്സിലായി, അങ്ങനെ അമ്മ മരിക്കുകയാണ്. അപ്പം അമ്മമാർക്കൊരിക്കലും മക്കൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ തന്നെ അവർക്കൊരു വിഷമമാണെന്ന് മനസ്സിലായപ്പം അമ്മ സ്വയം അവരുടെ ജീവിതത്തിൽ നിന്ന് പോവുകയായിരുന്നു, ഒഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ അവർ മരിക്കുകയായിരുന്നു. और माँ को कंधे से उधरते ही उधर गए हमारे कंधे. അപ്പം ഉദർ ഗയെ ഹമാരെ കന്ധെ, ആ വരികളിൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്കെ ബിന വേ ബേസഹാരത്തെ, അതായത് അമ്മയില്ലെങ്കിൽ ഈ മക്കൾ ബേസഹാരത്തെ, ബേസഹാര എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് ആണ്. അവർക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അമ്മയായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. ജബ് മാക്ക അഫാ ഹുവ, അതായത് അമ്മയുടെ അഭാവത്തിൽ, തബ് ബേട്ടെ നിരാശ്രയ ഓർ ദുർബൽ ഹോകെ, അമ്മ മരണപ്പെട്ടപ്പോൾ അവർ നിരാശ്രയരായി, അതുപോലെ അവർ ദുർബലരുമായി. അതായത് അവരുടെ ബലം മുഴുവൻ അവരുടെ അമ്മയായിരുന്നു. അമ്മയെ ഉള്ള സമയത്ത് അമ്മയെ നോക്കാതെ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും തോളിൽ തട്ടിക്കളിച്ച മക്കൾ, അമ്മ അവർക്ക് നഷ്ടമായപ്പോൾ അവർക്ക് അമ്മയുടെ വില മനസ്സിലായി, അവർ നിരാശ്രയരും ദുർബലരുമായി തീർന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഈ കവിതയുടെ ആശയം എഴുതുക, എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക. നമുക്കൊരു സാമ്പിൾ നോക്കാം. ജബ് തക് ബൂട്ടി മാ ജീവിത് രഹി, വൃദ്ധയായ അമ്മ ജീവിച്ചിരുന്ന സമയം അത്രയും, ബേട്ടെ മാക്കി ദേഖ് ദേഖ് കി ജിമ്മേദാരി ദൂസരേക്ക് കന്ധേ പർ ഡാൽത്തേ രഹെ, അതായത് അമ്മയെ ജീവിച്ചിരുന്ന സമയത്ത് അമ്മയെ നോക്കേണ്ട ആ ഒരു ചുമതല മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോൾ കൈമാറിക്കൊണ്ടേയിരുന്നു. സാരി ജിന്ദഗി ബേട്ടെ കെ ലിയെ ജീനെ വാലി മാ ബുട്ടാപ്പേ മേ ബേട്ടെ കെ ലിയെ ഫാർ ബൻ ഗയി, അതായത് ജീവിതകാലം മുഴുവൻ അമ്മ മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ
വൃദ്ധയായപ്പോൾ മക്കൾക്ക് ഒരു ഭാരമായി മാറി. സാരി ജിന്ദഗി എന്ന് പറഞ്ഞാൽ മുഴുവൻ ജീവിതകാലം മുഴുവൻ എന്നുള്ള അർത്ഥം. ബേട്ടൻകേലിയെ മക്കൾക്ക് വേണ്ടി. ജീനെ വാലി മാ ജീവിച്ചിരുന്ന അമ്മ. ബൂട്ടാപ്പേമേം വൃദ്ധാവസ്ഥയിൽ. ബേട്ടൻകേലിയെ ഫാർ ബൻഗെ മക്കൾക്ക് ഒരു ഭാരമായി തീർന്നു. पर माँ के मातृत्व ने बेटे के इस कठिनाई को सह नहीं पाया. പക്ഷേ അമ്മയുടെ മാതൃത്വം, അത് മക്കളുടെ ഈ ഒരു കഷ്ടപ്പാടാണ് അമ്മയെ നോക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അമ്മയുടെ മാതൃത്വം എന്താണ്, ആ അമ്മയുടെ മാതൃത്വത്തിന് മക്കളുടെ ഈ കഷ്ടപ്പാടിനെ കടപ്പ് സഹിക്കാനായില്ല. വഹ് സ്വയം ഉൻകെ കന്ധോ സെ ഉതർ ഗയി. മത്ലബ് ഉസ്കാ അന്തിം പ്രയാൺ ഹോ ഗയെ. അതായത് വഹ് സ്വയം ഉൻകെ കന്ധേ സെ ഉതർ ഗയെ. അമ്മ അവരുടെ ഒരു കഷ്ടപ്പാടാണ് അമ്മയെ അവർ നോക്കുന്നത് മക്കൾക്കെന്ന് മനസ്സിലാക്കി അമ്മ അവരുടെ തോളിൽ നിന്ന് സ്വന്തമായി ഇറങ്ങിപ്പോയിരുന്നു. അതായത് ആ അമ്മ മരിച്ചു പോയിരുന്നു. മാക്കെ അഭാവ് സെ ബേട്ടെ നിരാശ്രയ ഓർ ദുർബൽ ഹോ ഗയെ. അമ്മയുടെ അഭാവത്തിൽ അമ്മ മരിച്ചു പോയല്ലോ, അമ്മയെ നഷ്ടമായപ്പോഴവർക്ക് എന്താണ്, അവർ നിരാശ്രയരും ദുർബലരുമായി തീർന്നു. അപ്പോൾ ഈ കവിത കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രായമാകുന്ന അമ്മമാരുടെ ഉത്തരവാദിത്വം കുട്ടികൾ ഏറ്റെടുക്കുന്നില്ല അല്ലേ? പലപ്പോഴും കുട്ടികൾ ആ പ്രായമാകുന്ന അമ്മമാരെ നോക്കാൻ മറന്നു പോകുന്നു. അപ്പം നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന വരികൾ അതായത് കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് വരികളുമായിട്ടാണ് സാമ്യതയുള്ളതെന്ന് നോക്കാം. ഏത് വരികളെ ആസ്പദമാക്കിയുള്ള ആശയങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് പറയുക. കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനും അധ്യാപിക പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണൊരു ടിപ്പണി എന്ന് പറയുമ്പോൾ ആസ്വാദനക്കുറിപ്പാണ്, ഒരു കുറിപ്പ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ആ കുറിപ്പിൽ എന്തൊക്കെയായിരിക്കും വേണ്ടതെന്ന് നോക്കാം. കവി ഓർ കവിതാക്ക പരിചയം. അപ്പം നമ്മളൊരു കുറിപ്പ് എഴുതുമ്പോൾ, കവിതയെപ്പറ്റിയുള്ള ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ്, കവി, ആ കവിതയുടെ കവി ആരാണെന്ന് എഴുതണം. അതുപോലെ ആ കവിതയുടെ പേര്, അത് കവിതയെപ്പറ്റി നമ്മൾ പരിചയപ്പെടുത്തുകയും വേണം. കവിതാക്ക ആശയം, പിന്നെ നമ്മൾ ആ കവിതയുടെ ആശയം എന്താണെന്ന്, അതായത് ആ കവിതയുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും ആ ആസ്വാദനക്കുറിപ്പിൽ എഴുതണം. ഭാഷാപര വിശേഷതായി, പിന്നെ ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി, അതിനെപ്പറ്റിയൊക്കെ എഴുതുക. പ്രസംഗികത പർ അപ്ന വിചാർ, കവിതയുടെ പ്രസക്തിയെപ്പറ്റിയുള്ള നിങ്ങളുടെ ആശയം എന്താണെന്നുള്ളത് എഴുതുക. അപ്പോൾ ഈ കവിതയുടെ ടിപ്പണി എഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ കാണിക്കുക. സംശയം എന്തുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കുക. ഈ ഭാഗത്തിൻ്റെ വിവർത്തനം ഇഷ്ടമായെങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.